അവൻ ഒരു യന്ത്രമായിരുന്നു. പക്ഷെ രാജ്യത്തിന് വേണ്ടി പൊരുതി മരിച്ച ധീരനായ യോദ്ധാവിനെ പോലെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ പേര് കൊത്തിവെച്ചിട്ടുള്ള ഒരു ഇതിഹാസം. അതെ, MiG-21. പാകിസ്ഥാൻ 1971 കീഴടക്കി 93,000 സൈനികരെ ആയുധം വെച്ച് കീഴടക്കിയ യുദ്ധവിമാനം. കാർഗിൽ മലനിരകൾ മുകളിൽ ബാലാക്കോട്ടിന്റെ ആകാശത്തോളം ഇന്ത്യയുടെ ശത്രുക്കൾക്ക് ഒരു രാത്രി പോലും ഉറങ്ങാൻ അനുവദിക്കാത്ത ആ ഭയങ്കര നിഴൽ. അതെ, MiG-21 ആണത്. 2019 അഭിനന്ദൻ പറത്തി ലോകത്തെ ഞെട്ടിച്ച് അമേരിക്കൻ നിർമ്മിത F-16 വരെ അത് തകർത്തു. പക്ഷേ ഇതേ യന്ത്രമായിരുന്നു 200-ലധികം പൈലറ്റുകളുടെ ജീവൻ വിഴുങ്ങിയ പറക്കുന്ന ശവപ്പെട്ടി. ആകാശത്തിലെ ജയം, അതേസമയം കണ്ണീരിൻ്റെ കഥയും. ഇന്നലെ സെപ്റ്റംബർ 26-ന് 62 വർഷം നീണ്ട സേവനത്തിന് ശേഷം അത് തൻ്റെ അവസാന പറക്കൽ പൂർത്തിയാക്കി ഒരു യുഗം അവസാനിപ്പിച്ചു. 1950കളുടെ അവസാനം ഇന്ത്യ ഒരു വലിയ വഴിത്തിരിവിൽ നിന്നു. വൈദ്യുതിയുടെ ശബ്ദത്തേക്കാൾ വേഗതയിൽ പറക്കാനാവുന്ന ഒരു യുദ്ധവിമാനമെന്നത് അന്നൊരു സ്വപ്നമായിരുന്നു. ലോകത്ത് സൂപ്പർസോണിക് കാലം തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇന്ത്യ പിന്നിലാണ്. അതേസമയത്ത് സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ച ഒരു അത്ഭുതം ലോകത്തെ ഞെട്ടിച്ചു. മിഗ് ഡിസൈൻ പ്രോ വികസിപ്പിച്ച ചെറുതെങ്കിലും അതിവേഗം ചാക്യമായ ഒരു വിമാനമെന്ന നിലയിൽ MiG-21 ജനിച്ചു. 1962 ചൈന ഇന്ത്യ യുദ്ധത്തിനു ശേഷം ഇന്ത്യൻ വ്യോമസേനയുടെ കണ്ണുകൾ തുറന്നു. ശത്രുക്കൾക്ക് മുന്നിൽ പഴയ വിമാനങ്ങളുമായി നിൽക്കാൻ കഴിയില്ലെന്ന് എല്ലാവർക്കും വ്യക്തമായി. അപ്പോഴാണ് 1963 ആദ്യ MiG-21 ഇന്ത്യയിലെത്തിയത്. 1964 അത് ഔദ്യോഗികമായി ഇന്ത്യൻ വ്യോമസേനയിൽ ചേർന്നു. ആകാശത്തിലെ പുതിയ അധ്യായം തുടങ്ങുകയായിരുന്നു. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം MiG-21 ആദ്യ പരീക്ഷണമായിരുന്നു. ഇന്ത്യക്ക് എണ്ണം കുറവായിരുന്നു, പക്ഷെ അതിൻ്റെ വേഗതയും ചാക്യവും ശത്രുവിൻ്റെ സേബർ ജെറ്റ്സിനെ വരെ ഭയപ്പെടുത്താൻ മതിയായിരുന്നു. പാകിസ്ഥാന്റെ ആകാശത്തിൽ MiG-21 ശബ്ദം കേട്ടാൽ അവർ ഭയം കൊണ്ട് വിറച്ചിരുന്നു. എന്നാൽ യഥാർത്ഥ ചരിത്രം എഴുതിയത് 6 വർഷങ്ങൾക്ക് ശേഷം 1971 ബംഗ്ലാദേശ് മോചന യുദ്ധം. ഇന്ത്യ കീഴടക്കാൻ പാകിസ്ഥാനിൽ കുടുങ്ങിക്കിടക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടി പോരാടാൻ ഇറങ്ങി. ഈ യുദ്ധത്തിൽ MiG-21 പൂർണ്ണ ശക്തി പുറത്തെടുത്തു. പാകിസ്ഥാന്റെ റൺവേസ്, ഓയിൽ ഡെപ്റ്റ്സ്, കമ്മ്യൂണിക്കേഷൻ സെന്റേഴ്സ് ഒന്നുപോലും സുരക്ഷിതമല്ലാതാക്കി. ഓരോ സ്ട്രൈക്കും സർജിക്കൽ സ്ട്രൈക്ക് പോലെ. ഡിസംബർ 1971 വെറും 13 ദിവസത്തിനുള്ളിൽ പാകിസ്ഥാനെ ആ യുദ്ധവിമാനം കീഴടക്കി. 93,000 സൈനികർ ആയുധം വെച്ചു. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സറണ്ടർ. അതിൻ്റെ പിന്നിൽ ഒരു വലിയ പങ്ക് MiG-21 തന്നെ ആയിരുന്നു. പക്ഷേ MiG-21 കഥ യുദ്ധങ്ങളിൽ മാത്രമല്ല, അതൊരു ചാരവൃത്തിയുടെ കഥയുമാണ്. 1970കളിൽ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ ശീതയുദ്ധം ഉച്ചകോടിയിൽ ഇസ്രായേൽ അമേരിക്കയ്ക്ക് വേണ്ടി സോവിയറ്റ് MiG-21 പിടിക്കാനായിട്ട് ഇറാഖിനെ സമീപിച്ചു. പക്ഷേ അത്ഭുതകരമായി ഇന്ത്യൻ വ്യോമസേനയാണ് ആ പ്ലെയിനിന് ഏറ്റവും വലിയ രഹസ്യങ്ങൾ തുറന്നത്. ഓപ്പറേഷൻ ഡയമണ്ട് എന്നറിയപ്പെട്ട ആ ദൗത്യം ലോകത്തിൻ്റെ കണ്ണിൽ MiG-21 ഇതിഹാസമാക്കി മാറ്റി. അവൻ ശത്രുക്കളുടെ കൈകളിൽ പോലും ഒരു പൊളിച്ചെടുക്കാനാകാത്ത പായ്മനുസരിച്ചു. 1999 കാർഗിൽ വലിയ മരനിലകളിൽ ഒളിച്ചിരുന്ന ശത്രുക്കൾക്കെതിരെ MiG-21 വീണ്ടും ഉയർന്നു. ആകാശത്തു നിന്നുള്ള സപ്പോർട്ട് ഇല്ലാതെ സൈനികർക്ക് മുന്നോട്ട് പോകാനാകില്ല. ഓരോ ബോംബിംഗ് റണ്ണവും ഓരോ കവർ ഫയറും MiG-21 വിങ്സിൽ നിന്നാണ് വന്നത്. ആകാശത്തെ കീഴടക്കിയിരുന്നെങ്കിലും മലനിരകളുടെ കാറ്റിൽ ചിലരെ നഷ്ടപ്പെട്ടു. അതേസമയം MiG-21 പഴക്കം പുറത്തു വന്നു. എന്നിരുന്നാലും 2019 ലോകം വീണ്ടും MiG-21 പേര് കേട്ടു. പുൽവാമ ആക്രമണത്തിനു ശേഷം ബാൽക്കോട്ടിൽ ഇന്ത്യ നടത്തിയ എയർ സ്ട്രൈക്കിന് മറുപടിയായി പാകിസ്ഥാൻ ഫൈറ്റർ ജെറ്റ് ഇന്ത്യയിൽ കടന്നു. അന്ന് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാൻ തൻ്റെ MiG-21 പറന്നുയർന്നു. സാങ്കേതികമായി പഴയ മോഡേൺ സിസ്റ്റമില്ലാത്ത ഒരു വിമാനത്തിൽ അവൻ അമേരിക്കൻ നിർമ്മിത F-16 നേരിട്ടു. മറ്റുള്ളവർ അസാധ്യമെന്ന് കരുതിയിരുന്നു. പക്ഷേ അഭിനന്ദൻ തന്നെ MiG-21 ഉപയോഗിച്ച് F-16 ഡൗൺ ചെയ്തു. ലോകം തന്നെ ഞെട്ടിപ്പോയി. ഒരു പഴയ യന്ത്രം ശരിയായ കൈകളിൽ മരണകരമാണെന്ന് അന്ന് MiG-21 ലോകത്തിന് തെളിയിച്ചു. പക്ഷേ
ഇതേ വിമാനത്തോടൊപ്പം അനവധി കണ്ണീരുകളും ഉണ്ടായിരുന്നു. 1980കളിൽ നിന്നും 2010 വരെ 200-ലധികം ഇന്ത്യൻ പൈലറ്റുകൾ MiG-21 അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുത്തിയിരുന്നു. ഫ്ലൈയിങ് കംഫിൻ പറക്കുന്ന ശവപ്പെട്ടി എന്ന പേരും ഇതിന് ലഭിച്ചിട്ടുണ്ട്. ഓരോ ടേക്ക് ഓഫിനും കുടുംബങ്ങൾ ആശങ്കയിൽ കാത്തിരുന്നിരുന്നു. അതൊരു യുദ്ധവിമാനം മാത്രമല്ലായിരുന്നു, സാക്രിഫൈസിന്റെ ചിഹ്നമായി മാറിയിരുന്നു. അപ്പോഴേക്ക് കാലം മാറി. നൂതന സാങ്കേതിക വിദ്യകൾ വന്നപ്പോൾ MiG-21 മാറി നിൽക്കാൻ കഴിയില്ലെന്ന് വ്യക്തമായി. തേജസ് പോലെ പുതിയ ഇന്ത്യൻ നിർമ്മിത ഫൈറ്റേഴ്സ്, റിഫേലുകൾ, Su-30 MKLകൾ അവയുടെ വരവോടെ MiG-21 അധ്യായം അടയ്ക്കേണ്ടി വന്നു. 2025 സെപ്റ്റംബർ 26 ഇന്ത്യൻ എയർഫോഴ്സിന്റെ MiG-21 അവസാനമായി പറന്നു. ആകാശം ശൂന്യമായി, ഒരു യുഗം അവസാനിച്ചു. പക്ഷേ MiG-21 പേര് ഒരിക്കലും മാഞ്ഞുപോകില്ല. അതൊരു യന്ത്രമല്ല, ഒരു കാലഘട്ടമാണ്. അത് ധീരതയുടെ പ്രതീകമാണ്, വേദനയുടെ സ്മാരകമാണ്, വിജയത്തിന്റെ ചരിത്രമാണ്. MiG-21 വിരമിച്ചു, പക്ഷേ അതിന്റെ നിഴൽ ഇന്ത്യൻ ആകാശത്ത് എന്നും നിറഞ്ഞു നിൽക്കും. ജയ് ഹിന്ദ്.